ഇന്നുണ്ടായ അപകടത്തിൽ ഒരു ബിന്ദു എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു. അതിന്റെ ഉത്തരവാദിത്വം വീണ ജോർജിനും VN വാസവനുമാണ്. ഇന്ന് രാവിലെ ഉണ്ടായ ഈ അപകടം ഉണ്ടായപ്പോ 2 മന്ത്രിമാരും സ്ഥലത്തെത്തുകയും 2 മന്ത്രിമാരും മാധ്യമങ്ങളോടും ജനങ്ങളോടും പറഞ്ഞത് ആ വാർഡിൽ അവിടെ രോഗികളെ കിടത്തി ചികിത്സിക്കുന്നതല്ല, അത് ഒഴിപ്പിച്ചിട്ടുന്ന വാർഡാണ്. അതുകൊണ്ട് ആരും തന്നെ അപകടത്തിൽ പെട്ടിട്ടില്ല എന്ന നിലയിലാണ് പറഞ്ഞത്. അതുകൊണ്ട് അത് ആവർത്തിച്ച് പറഞ്ഞതുകൊണ്ട് രക്ഷാപ്രവർത്തകർ വേണ്ടത്ര താല്പര്യം കാണിച്ചില്ല. രക്ഷാപ്രവർത്തനം നീണ്ടുപോയി. 2 മണിക്കൂറിന് ശേഷമാണ് രക്ഷാപ്രവർത്തനം വേണ്ട വിധത്തിൽ തുടങ്ങുന്നത്. അപ്പോഴാണ് അതിനടിയിൽ ഒരു ജീവൻ ഉണ്ടെന്നുള്ളതും അറിയുന്നതും അവരെ അവിടെ നിന്ന് എടുത്തപ്പോൾ ആള് മരിച്ചും പോയി. അപ്പോ ഈ 2 മണിക്കൂർ കൊണ്ട് ആണ് ആളുടെ ജീവൻ നഷ്ടപ്പെട്ടത്. 2 മണിക്കൂറിന് മുമ്പ് ഈ സംഭവം ഉണ്ടായ ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം ഊർജിതപ്പെടുത്തിയിരുന്നുവെങ്കിൽ ആ സഹോദരിക്ക് ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു. അപ്പോ ഈ രക്ഷാപ്രവർത്തനം വൈകിപ്പിച്ചത് ഈ 2 മന്ത്രിമാർ ചേർന്നാണ്. അതുകൊണ്ടാണ് ആ ബിന്ദുവിന് അവരുടെ ജീവൻ നഷ്ടപ്പെടേണ്ട സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് ബിന്ദുവിന്റെ മരണം അപകടം മൂലം അല്ല, അതിനേക്കാൾ അപ്പുറത്ത് അതൊരു കൊലപാതകമാണ് ഇപ്പൊ ഇത്. ഈ ഒരു മരണത്തിന്റെ പരിപൂർണ ഉത്തരവാദിത്തം അത് സർക്കാരിനും അതിന്റെ സിസ്റ്റത്തിനും തന്നെയാണ്. അത് എന്തുകൊണ്ട് ഗവൺമെന്റ് മനസ്സിലാക്കുന്നില്ല? മാത്രമല്ല, ഇപ്പോൾ ഈ ഒരു സംഭവം നടന്നതിനു ശേഷവും അവരുടെ വാദങ്ങൾക്ക് ഒരു പഞ്ഞവുമില്ല. അവിടെ നിരവധിയായിട്ടുള്ള രോഗികള് അവിടെ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. അവരൊക്കെ ജീവനും കൊണ്ട് ഓടുകയായിരുന്നു. അപ്പോഴാണ് മന്ത്രി പറയുന്നത്, ഇന്നലെ അവിടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഒരു നേഴ്സ് എന്നോട് പറഞ്ഞു 150ഓളം ആളുകൾ ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞത്. അത്രയേറെ തിരക്കായിരുന്നു അവിടെ. എന്നിട്ടാണ് മന്ത്രി പറഞ്ഞു, ഈ സംഭവം ഉണ്ടായി കുറെ കഴിഞ്ഞപ്പോ അതിന്റെ എൻട്രൻസിന്റെ അവിടെ കുറെ നൂലൊക്കെ വലിച്ചു ഇട്ടിട്ടുണ്ട്, ആളുകളെല്ലാം പുറത്താക്കിയിട്ട്. അപ്പോ അവിടെ നേരത്തെ തന്നെ ഒഴിപ്പിച്ചിട്ടിരുന്നാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ അഭ്യാസമൊക്കെ എന്നതാണ്? ഈ കെട്ടിടം ഈ മെഡിക്കൽ കോളേജ് തുടങ്ങിയ കാലഘട്ടത്തിലുള്ള ഒരു കെട്ടിടമാണ്. അതുകൊണ്ട് തന്നെ ഇത് ബലവത്തല്ല, ഏത് സമയത്തും അപകടം ഉണ്ടാകാമെന്ന് കെട്ടിടം തന്നെ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കെട്ടിടം തന്നെ. കാരണം 6 മാസം മുമ്പ് കെട്ടിടത്തിന്റെ കുറെ ഭാഗം മുകളിൽ നിന്ന് അടർന്നു വീണിട്ട് 3-4 ആളുകൾക്ക് പരിക്കേറ്റു. ഇന്നലെ അവിടെ ഒരു ഡോക്ടറിന്റെ ദേഹത്തേക്ക് ഈ മേളിൽ നിന്ന് അടർന്നു വീണത് ഡോക്ടറിന്റെ ദേഹത്ത് വീണില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ ഡോക്ടർ തലനാരിലേക്കാണ് ഡോക്ടർ രക്ഷപ്പെട്ടത്. അപ്പൊ ഞാൻ അപകടാവസ്ഥയിലാണ് എന്ന് കെട്ടിടം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവിടെ രോഗികളായിട്ടുള്ള ആളുകള്, ഞങ്ങള് കോൺഗ്രസ് എന്നുള്ള നിലയിൽ അതേപോലെ ആശുപത്രി വികസന സമിതിയിലെ അംഗങ്ങളായിട്ടുള്ളവര്, ഇവരൊക്കെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ കെട്ടിടത്തിൽ നിന്ന് രോഗികളെ അവിടെ കിടത്തരുത്, ഒഴിപ്പിക്കണമെന്ന്. അപ്പൊ അതൊന്നും ചെയ്തിട്ടില്ല. കേട്ട ഭാവം പോലും നടിച്ചില്ല. അവിടെ മുഴുവൻ വിണ്ടുകീറിയിരിക്കുകയാണ്. ന്യൂറോയുടെ സർജറി ചെയ്യുന്നതിനുള്ള ഓപ്പറേഷൻ തിയേറ്റർ അവിടെ തന്നെ, അതിന്റെ തൊട്ടടുത്താ. അപ്പം ഇത് അനാസ്ഥ മൂലം, മെഡിക്കൽ കോളേജിനോടുള്ള അവഗണനയും അനാസ്ഥയും ഈ സർക്കാരിന്റെ, അതാണ് ഈ ദുരന്തത്തിന്റെ കാരണം. എന്നിട്ട് ഇപ്പോ രക്ഷപ്പെടാനായിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രക്ഷപ്പെടാനായിട്ട് പറ്റിയില്ല. ഇതിന്റെ ഉത്തരവാദിത്തം മുഴുവൻ ഈ വീണ ജോർജിനും സ്ഥല MLA വാസവനുമാണ്, ഈ സർക്കാരിനാണ്. അവിടെ പ്രതിഷേധിക്കുന്നവരെ ഇല്ലാതാക്കാൻ നോക്കുക, പ്രതികരിക്കുന്നവരെ ഇല്ലാതാക്കാൻ നോക്കുക. അവിടത്തെ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റി കൂടിയിട്ട് 2.5 വർഷത്തിന് മുകളിലായി. എന്തേ കമ്മിറ്റി കൂടാത്തെ? അപ്പൊ അവർ ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കും. അപ്പോ ഇത് പൂർണ്ണമായിട്ടും സർക്കാരിന്റെ അനാസ്ഥയാണ്, സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണ്. ആരോഗ്യ മേഖലയോടുള്ള ഈ സർക്കാരിന്റെ സമീപനം ഈ നിലയിലുള്ളതാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.